ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അമൃതം പൊടി വെച്ച് ചെയ്യാൻ പറ്റിയ നല്ലൊരു ക്രിസ്പി സ്നാക്കായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഒരു കപ്പ് ചോറ്, ലെഫ്റ്റ് ഓവർ റൈസാണ് ഞാൻ എടുക്കുന്നത്. സെയിം അളവിൽ തന്നെ അമൃതം പൊടി എടുക്കണം. പിന്നെ ഒരു അര കപ്പ് അരിപ്പൊടി കൂടി ചേർക്കണം. എല്ലാം കൂടി ഒരു ബൗളിലിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. ഇനി നമുക്ക് മിക്സിയിലേക്ക് ഇട്ടിട്ട് ഒന്ന് അടിച്ചു കൊടുക്കാം. ചപ്പാത്തി മാവിൻ്റെയൊക്കെ ഒരു പരുവത്തിലായി കിട്ടും. ഇതുപോലെ അടിച്ചെടുക്കണം. നന്നായി അരഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഒരു കപ്പ് ചോറും ഒരു കപ്പ് അമൃതം പൊടിയും അര കപ്പ് അരിപ്പൊടിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു കറക്റ്റ് അളവിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ തന്നെ ആയി കിട്ടും. ഒട്ടും ഒട്ടി പിടിക്കില്ല. നമുക്ക് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു സ്പൂൺ കരിഞ്ജീരകം കൂടി ആഡ് ചെയ്തിട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ട് കുഴച്ചിട്ടെടുക്കാം. കയ്യുമ്മ കുറച്ച് എണ്ണ തടവിയിട്ട് നന്നായിട്ട് ഒന്നും കൂടി കുഴച്ച് കൊടുക്കാം. ഇനി ഇതുപോലെ വലിയ വലിയ ഉരുളകളാക്കിയിട്ട് എടുക്കാം. ഇനി ഇതൊന്ന് പരത്തിയിട്ടെടുക്കാം. കുറച്ച് അരിപ്പൊടി ആക്കിയിട്ട് കുറച്ച് കട്ടിയിൽ പരത്തിയിട്ടെടുക്കണം. ചപ്പാത്തീൻ്റെ അത്ര തിന്നായിട്ട് പരത്തരുത്. ഇത്ര ഒരു തിക്നെസ്സിലാണ് പരത്തിയെടുക്കേണ്ടത്. എന്നിട്ട് ഇതുപോലെ ഡയമണ്ട് ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തിട്ടെടുക്കാം. ചെറിയ ചെറിയ ഡയമണ്ട് ഷേപ്സ് ആക്കിയിട്ട് കട്ട് ചെയ്തിട്ടെടുക്കണം. ബാക്കിയുള്ളതും കൂടി ഇതുപോലെ ചെയ്തിട്ടെടുക്കാം. എല്ലാതും ഇതുപോലെ പരത്തിയിട്ട് കട്ട് ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. ഈ ഒരു തിക്നെസ്സിൽ വേണം ചെയ്യാനായിട്ട്. പറ്റ കട്ടി കുറയരുത്, അപ്പോൾ കരിഞ്ഞിട്ട് പോകും. ഇനി നമുക്ക് ചൂടായ എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഇതുപോലെ ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്ക് ഫ്രൈ ചെയ്യാം. എന്നിട്ട് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. ഇതുപോലെ എല്ലാ ചിപ്സും ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഈ ചിപ്സ് ഇതുപോലെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഞാനിതിനെ കാരമലൈസ് ചെയ്തും കൂടി എടുക്കുന്നുണ്ട്. അങ്ങനെ ചെയ്താൽ ഒന്നും കൂടിയും ടേസ്റ്റ് കിട്ടും. കാരമലൈസ് ചെയ്യാനായിട്ട് നമുക്കൊരു പാനിലേക്ക് ഒരു 1/2 കപ്പ് ഷുഗർ ഇട്ട് കൊടുക്കാം. ഷുഗറിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ കൂടി ആഡ് ചെയ്തിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് വരട്ടെ. ഷുഗറൊക്കെ മെൽറ്റായി നല്ല കാരമലൈസായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ചിപ്സ് ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഈ ചിപ്സ് ആഡ് ചെയ്യാനായിട്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഫസ്റ്റ് അത് കട്ട പിടിക്കുകയൊക്കെ ചെയ്യും. ലോ ഫ്ലെയിമിൽ വെച്ച് കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ എല്ലാ ചിപ്സിലും ആ കാരമൽ കോട്ടായിട്ട് കിട്ടും. ഇതുപോലെ. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ചൂടാറാനായിട്ട് ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. പരത്തിയിട്ടിട്ട് കൊടുക്കണം. കുറച്ച് സ്റ്റിക്കി ആയിരിക്കും ഫസ്റ്റൊക്കെ. എന്നിട്ട് നമുക്കത് ജസ്റ്റ് ഇങ്ങനെ വേർതിരിച്ചെടുത്താൽ മതി. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റി സ്നാക്കാണിത്.
എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നല്ലൊരു ക്രിസ്പി സ്നാക്കാണ്, കണ്ട നല്ലൊരു ക്രിസ്പി ആയിട്ട് കിട്ടും. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.